മൺഡേ കമന്റ് ബോക്സിന്റെ 13ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ആദ്യത്തെ കമന്റ് വായിക്കാം. ശ്രീരാഗ് മനു എന്ന ആളുടെയാണ്. ബ്ലൂടൂത്ത് സ്പീക്കർ ആക്കാൻ MDF ബോർഡ് ആണോ PVC പൈപ്പ് ആണോ, ഇതിൽ ഏതാണ് ബെസ്റ്റ്? അത് രണ്ടും ബെസ്റ്റ് ആണ്. രണ്ടും രണ്ട് തരത്തിലാവുമ്പോ, രണ്ട് ആവശ്യങ്ങളാവുമ്പോ രണ്ടും ബെസ്റ്റ് ആണ്. ഇപ്പൊ കുറച്ച് ഹെവി ആയിട്ടുള്ള സ്പീക്കേഴ്സും അതിന് പവർഫുൾ ആംപ്ലിഫയർ ഒക്കെ കൊടുത്തുണ്ടാകുമ്പോൾ ആ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ബോക്സ് നല്ല പവർ വേണം, കുറച്ച് സൈസ് വേണം. അപ്പൊ അതിന് ആ വലിയ ഊഫർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അത് MDF ആണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോ ചെറിയ ടൈപ്പ് പോർട്ടബിൾ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് PVC പൈപ്പ് വെച്ചുണ്ടാക്കാം. അപ്പൊ അങ്ങനെ രണ്ടാവശ്യം വെച്ചിട്ടാണ് നമ്മൾക്ക് ഏത് വേണം തീരുമാനം എടുക്കുക. അപ്പൊ അത് ഏതാണെന്ന് പറയാൻ ആവശ്യം എങ്ങനെയാണ്, എത്ര ഇഞ്ച് സ്പീക്കറാന്നൊക്കെ നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ചെറിയ ആവശ്യമാണെങ്കിൽ PVC ഉപയോഗിക്കാം. അപ്പൊ ചെലവും കുറയും. അടുത്ത കമന്റ് രാജീവ് TA എന്ന ആളുടെയാണ്. MDF ആണി അടിക്കാൻ പറ്റുമോ അതോ സ്ക്രൂസ് ആണോ ഉപയോഗിക്കുന്നത്? എത്ര ഇഞ്ച് സ്ക്രൂ ആണ് നല്ലത്? ഇപ്പൊ 3/4 ഇഞ്ച് MDF ആണ് ഏറ്റവും കൂടുതൽ സബ് ഓഫറിനൊക്കെ ഉപയോഗിച്ച് കാണുന്നത്. അതിലും കൂടുതലൊക്കെ ഉപയോഗിക്കാം, 1 ഇഞ്ച് ഉപയോഗിക്കാം, ഇനി 1/2 ഇഞ്ച് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓരോ ഓഫർ സൈസും വാട്സും പവറും പോലെ അത് വ്യത്യാസം വരും. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് 10നും 12നും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് 3/4 ഇഞ്ച്. അപ്പൊ അത് അവിടേക്ക് എത്രത്തോളം ഹോൾ ഗ്രിപ്പ് വേണോ അതിനനുസരിച്ചുള്ള സ്ക്രൂ തന്നെ ഉപയോഗിക്കണല്ലോ. അപ്പൊ നമ്മൾ 3/4 ഇഞ്ചിന് ഒരു 1.5 ഇഞ്ച് സ്ക്രൂ മുതൽ 1.25 ഇഞ്ച് വരെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് 3/4 ഇഞ്ചിന് 1.5 ഇഞ്ച് ആണിയാണ് ഉപയോഗിക്കുന്നത്. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ഒട്ടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഗമ്മിട്ടിട്ട് അവിടെ സ്ട്രോങ് ആക്കിയിട്ട് ആ ബൈസിലൊക്കെ വെച്ച് ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പൊ അത് ഒട്ടിയിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ്. അടുത്ത കമന്റ് A4 ഓഡിയോഫിലി എന്ന് ഒരു ചാനലിലാണ്. അത് ചാനലായിരിക്കാം, 17 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ LED പവർ എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? അപ്പൊ LED പവർ എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇതിന് മുമ്പത്തെ ആ ഒരു വീഡിയോയില് ഈ കാണുന്ന ആ ഒരു ഹോം തിയേറ്ററിന്റെ ബാക്കിൽ ഈ കാണുന്ന ഈ LED ഔട്ട്പുട്ട് ആണ് ഈ കാണിക്കുന്നത്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഇതുപോലെ സാറ്റലൈറ്റ് സ്പീക്കറിനകത്ത് അതിനകത്ത് LED ഉണ്ട്. ആ ഹോം തിയേറ്ററിന്റെ സ്പീക്കേഴ്സിനകത്ത് LEDകളുണ്ട്. അപ്പൊ ആ LEDകൾക്ക് പ്ലേ ചെയ്യാനുള്ള ആ ഒരു പവറാണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഇത് മ്യൂസിക്കലി പ്ലേ ചെയ്യുന്ന ഒരു LED കണക്ഷൻ ആണ് അതിന്റെ ഔട്ട്പുട്ടിലുള്ളത്. അപ്പൊ അതാത് സ്പീക്കറിലേക്ക് ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാത് സ്പീക്കറിന്റെ വയറിന്റെ കൂടെ തന്നെ ഈ LED ലൈനും വരുന്നുണ്ട്. അതായത് കുത്തി കൊടുക്കുമ്പോൾ അത് പ്ലേ ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ LED പ്ലേ ആവും. അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ അത് സെപ്പറേറ്റ് ആവശ്യമില്ലാത്തപ്പോൾ ഒഴിവാക്കാനൊക്കെ കൂടിയാണ് ആ LED പവർ സെപ്പറേറ്റ് കൊടുത്തുള്ളത്. അപ്പൊ സംഭവം മനസ്സിലായല്ലോ. LED സ്പീക്കറിനകത്തുള്ള LED പ്ലേ ചെയ്യാനുള്ള ഒരു കണക്ഷൻ ആണ്. അടുത്ത കമന്റ് മനാസ് മോഹൻ എന്നാളുടെയാണ്. ചില ഹോം തിയേറ്ററുകളിൽ സബിന് വേണ്ടി 2030 IC ഉപയോഗിച്ച് കാണുന്നുണ്ട്. കാരണം അടുത്ത മൺഡേ കമന്റ് ബോക്സിൽ പറയാമോ പ്രതീക്ഷിക്കുന്നു. അതുപോലെ 2030 യൂസ് ചെയ്യുന്ന സബിനും 2050 ഉപയോഗിച്ചാൽ എഫക്ട് കൂടുമോ? 2030 പകരം 2050 ഉപയോഗിച്ചാൽ എഫക്ട് കൂടും. ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പിന്നും സർക്യൂട്ട് ഒക്കെ സെയിം ആണ്, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അത് വ്യത്യാസമുണ്ട്, വർക്കിംഗ് എഫക്ട് ഒക്കെ വ്യത്യാസമുണ്ട്. വാട്സ് റേറ്റിംഗും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്യത്യാസം ഞാൻ ഇതുപോലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പോയി കണ്ടാൽ അത് എത്രത്തോളം വ്യത്യാസം ഉണ്ട് അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയുമ്പോൾ അതുപോലെ വീഡിയോന്റെ വലിപ്പം വരും. അതുകൊണ്ടാണ് അതിൽ പോയി കണ്ടാൽ ക്ലിയർ ആവും. പിന്നെ ആ 2030 രണ്ടെണ്ണം എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ അത് സബ് ഊഫറിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ്. ആ 2030 രണ്ടെണ്ണം ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് പവർ കൂടുതലായിട്ട് ആ സബിന് വേണ്ടതുകൊണ്ടും ആ 2030 ഒരു പവർ കിട്ടിയാലേ ആ സബിന് നമ്മൾ പ്രതീക്ഷിച്ച എഫക്ട് കിട്ടുള്ളൂ. അതായത് ആ സബിന് വേണ്ട വാട്ട്സ് ആ ബ്രിഡ്ജ് ചെയ്ത IC കിട്ടുള്ളൂ. മറ്റേത് സിംഗിൾ IC മതിയാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഡബിൾ IC ഇട്ടിട്ട് ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത കമന്റ് AV മീഡിയ എന്ന ചാനലിലാണ്. ഒരു സംശയമുണ്ട്. 27.027 വോൾട്ട് സബ് ഊഫർ ഡുവൽ സപ്ലൈ മെറ്റൽ ഡയോഡ് ബോഡി എർത്ത് ചെയ്താൽ പ്രോബ്ലം ഉണ്ടാകുമോ? അപ്പൊ മെറ്റൽ ഡയോഡ് ബോഡി എർത്ത് ചെയ്താൽ പ്രോബ്ലം ഇല്ല. അത് മെറ്റൽ ഡയോഡ് ആയിട്ട് വരുന്നത് തന്നെ അത് മാക്സിമം സിങ്ക് ചെയ്ത് കൊടുക്കാനും ഹീറ്റ് കൂടുതലാവുന്നതുകൊണ്ട് അത് മെറ്റൽ അല്ലെങ്കിൽ ഹീറ്റ് സിങ്ക് പോലുള്ള എവിടെയെങ്കിലും സ്ക്രൂ ചെയ്യാനും കൂടിയുള്ള ആവശ്യത്തിനാണ് അത് അങ്ങനെ വരുന്നത്. പക്ഷെ ചില അവസരങ്ങളിൽ നമുക്കത് ബോഡിയിൽ, അതായത് ചേസിൽ സ്ക്രൂ ചെയ്യാതെ, ചേസിൽ ടച്ച് ചെയ്യാതെ നിർത്തേണ്ട ആവശ്യം വരും. അപ്പൊ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഫിറ്റിംഗ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ കൊടുക്കും. അപ്പൊ ഏതൊക്കെ ബോർഡാണ്, ഏതൊക്കെ തരത്തിലാണ് നിങ്ങളുടെ സർക്യൂട്ട്, നിങ്ങളുടെ പവർ സപ്ലൈ അത് വർക്ക് ചെയ്യുന്ന, അതുപോലെ നമുക്ക് അതിന് മാറ്റം വരുത്തണം. ഇപ്പൊ സാധാരണ ഒരു മോസ്ഫെറ്റ് ആംബ് ഇപ്പൊ പറഞ്ഞ പോലെ ഈ 27.027 മോസ്ഫെറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ചേസിൽ സ്ക്രൂ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അടുത്ത കമന്റ് പവൻ മനോജ് എന്നാളുടെയാണ്. അപ്പൊ അത് നമ്മളുടെ ഒരു എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള എന്റെ ഒരു റിയാലിറ്റി കാണിച്ചൊരു വീഡിയോ ഉണ്ട്. അപ്പൊ അതിന് വന്ന കമന്റ് ആണ്. അപ്പൊ അനിയ കേട്ടപ്പോൾ വലിയ വിഷമമായി. ഞാനും ഒരു ടെക്നീഷ്യനാണ്. ഇരുണ്ട കാലം മാറി എല്ലാവർക്കും നന്മ വരട്ടെ. അപ്പൊ നമ്മുടെ ചാനലില് ഈ ഞാനും നിങ്ങളും തമ്മിൽ ആ ഞാനും നിങ്ങളും എന്നുള്ള ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ആ ഒരു എന്തുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നുള്ള വീഡിയോ വരെ. പിന്നെ അത് ഞാനും നിങ്ങളും അങ്ങനെയുള്ള ആ വ്യത്യാസം പോയി പിന്നെ നമ്മളായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ നമ്മളായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു ചാനലായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ചാനൽ എന്നല്ല പറയുന്നത്, നമ്മുടെ ചാനൽ എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അത് ആ മാറ്റം വന്നത് ആ വീഡിയോക്ക് ശേഷമാണെന്ന് പറയാം. ആ വീഡിയോ വരെ
ഒരു അകൽച്ച തോന്നിയിരുന്ന ഒരു കാലമായിരുന്നു. പിന്നെ ഒരു അകൽച്ച കുറഞ്ഞു. ഞാൻ വളരെ എയർ ടൈറ്റിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആയത്. കാരണം എല്ലാവരും എങ്ങനെ നമ്മളെ വിലയിരുത്തുന്നത് കാണുന്നത് ആ വീഡിയോക്ക് ശേഷം എനിക്ക് മനസ്സിലായി. അത്രയും നല്ല അനുഗ്രഹങ്ങളും നിറഞ്ഞ വാക്കുകളും ഒക്കെ ആ വീഡിയോ കൂടെ കിട്ടി. ആകെ മാനസികമായിട്ട് വളരെ ഒരു ആശ്വാസം കിട്ടിയൊരു വീഡിയോ അത് മുതലാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് ഒരു 100, 200, 300 ഒന്നും ആയിരിക്കില്ല, അത്രയും കമന്റ്സ് ഉണ്ട്. ഇത് ഇങ്ങനെ ആള് നന്മ പറഞ്ഞുകൊണ്ട് നന്മ നിറയട്ടെ, നന്മ വരട്ടെ, നല്ലത് വരട്ടെ. അപ്പോൾ എല്ലാവരോടും ഞാൻ എൻ്റെ ഒരു മനസ്സിൽ നിന്നുള്ള ഒരു നന്ദി പറഞ്ഞോളൂ. അടുത്ത കമന്റ് അൻസാർ എന്നാളുടെയാണ്. എന്റെ കയ്യിൽ പൈനിയർ ഓവൽ ഷേപ്പ് കാർ സ്പീക്കർ ഉണ്ട്. അതിന്റെ കോയിൽ ഉള്ളിൽ ഡസ്റ്റ് കയറി ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ചിലമ്പിച്ച് വരുന്നു. ഇത് റിമൂവ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പൊ ഈ പൈനിയറിന്റെ ഓവൽ സ്പീക്കേഴ്സ് 3-way സ്പീക്കേഴ്സ് ആണ്. ഒരു മിഡ് റേഞ്ച് ഉണ്ടാവും, ഒരു ട്യൂട്ടർ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആ ഒരു ഡസ്റ്റ് അതിന്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ ഉരച്ചിൽ വരും. അപ്പൊ അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് നമ്മളിവിടെ നാടൻ പ്രയോഗങ്ങൾ കുറച്ച് ചെയ്യുന്നത് എന്താ വെച്ചാൽ എക്സ്റേ വെച്ച് ചെയ്യും. എക്സ്റേ കട്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ കൂട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കും. പിന്നെ ചിലർ ബ്ലേഡ് ഇറക്കിയെടുക്കും, ബ്ലേഡ് ഉപയോഗിച്ചിട്ടെടുക്കും. പിന്നെ വേറെ വഴിയുള്ളത് കംപ്രസർ ഉപയോഗിച്ചെടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ചെറിയ എക്സ്റേ പോലത്തെ സാധനം ഉള്ളിൽ കൂടെ ഇറക്കിയിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ബ്ലേഡ് വെച്ച് ഇറക്കിയാൽ ഈ ബ്ലേഡിൽ കുറെ ഈ ഇരുമ്പിന്റെ തരികൾ ഉണ്ടെങ്കിൽ ഇരുമ്പയിര് പോലത്തെ ഒട്ടി പിടിക്കുന്ന ടൈപ്പ് കൂടുതലായി ഉണ്ടാവുക. അതൊക്കെ ഇതിൽ ബ്ലേഡ് ടച്ച് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പോരും. പിന്നെ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്രസർ വെച്ച് അടിക്കുക, എയർ അടിച്ച് ക്ലീൻ ചെയ്യുക. അപ്പൊ അതിൽ കുറെ പൊടി പോകും. പിന്നെ ഏറ്റവും നല്ല അഭിപ്രായം അത് സർവീസിന് കൊടുക്കുക. അവർ ക്ലീൻ ചെയ്ത് നല്ല കുട്ടവനാക്കി തരും. ഈ ക്ലീനിങ് എങ്ങനെയാണ് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിവിടെ നാടൻ പ്രയോഗം താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അതൊന്നൊരു വീഡിയോ അവരുടെ ആവശ്യം വരുമ്പോൾ അങ്ങനെ ഒരു സാധനം കിട്ടുമ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അടുത്ത അവന്റെ കിഷോർ കുമാർ എന്ന ആളുടെയാണ്. എങ്ങനെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കാം? ഡീറ്റെയിൽഡ് വീഡിയോ മസ്റ്റ് ഇൻക്ലൂഡ് ട്രാൻസ്ഫോമർ വോൾട്ട്, കപ്പാസിറ്റർ വോൾട്ട് ആൻഡ് UF മൈക്രോഫാരഡ്, ഡയോഡ് ആംബിയർ കാൽക്കുലേഷൻ, അതെല്ലാം. അപ്പൊ ഇതിനു മുമ്പ് ഇതുവരെ ഞാൻ ഒരു റെക്ടിഫയർ ഒന്നും ഉണ്ടാക്കി കാണിച്ചിട്ടില്ല. കാരണം നമ്മുടെ ചാനലിൽ ഇതുവരെ വന്നുകൊണ്ടിരുന്ന എല്ലാവരും ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ്. ഞാൻ ഒരിക്കൽ പറയണ്ടായി, ഒരുവിധം സർക്യൂട്ടുകൾ അറിയാം, ബ്രിഡ്ജ് റെക്ടിഫയർ ഒക്കെ ചെയ്യാൻ അറിയാം, ആംപ്ലിഫയർ അസംബ്ലി ചെയ്യാൻ, കണക്ട് ചെയ്യാൻ അറിയാം, സർവീസ് ചെയ്യാൻ അറിയാം. ഒരുപാട് ടെക്നീഷ്യൻ പഠിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്, പിന്നെ ഹോബിസ്റ്റുകളുണ്ട്. അപ്പൊ അവർക്ക് ഒരുപാട് പേർക്ക് റെക്ടിഫയർ എന്താണെന്ന് അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഒരു അനാവശ്യ വീഡിയോ ആയി പോകുമല്ലോ എന്നുള്ള സംശയം ഉണ്ടാകും. അപ്പൊ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനത്തെ എല്ലാ സർക്യൂട്ടും ഞാൻ ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ, കപ്പാസിറ്റർ കാൽക്കുലേഷൻ, ആംബിയർ കാൽക്കുലേഷൻ, അപ്പൊ അതെല്ലാം ഒരു ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തതാണ്. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വല്ല താല്പര്യം ഉണ്ടെങ്കിൽ, കൂടുതൽ ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറും ഡുവൽ സപ്ലൈ എല്ലാത്തെയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യം, കൂടുതൽ ആളുകൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിച്ചാൽ നമുക്ക് അങ്ങനത്തെ വീഡിയോ ഉണ്ടാക്കാം. അടുത്ത പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ. ബ്രോ, മോസ്ഫെറ്റ് ബോർഡ് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഏതാ പോസിറ്റീവ് വരിക? അതിനു മുമ്പ് ഞാൻ LA4440 ICയുടെ പോസിറ്റീവ് ഏതാന്ന് പറഞ്ഞിരുന്നു. അതിന്റെ താഴത്താണ് വന്ന കമന്റ് മോസ്ഫെറ്റ് ബോർഡ് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഏതാ വരിക. അപ്പൊ അത് നോക്കി ചെറിയൊരു ട്വിസ്റ്റ് അതിൽ പറയണ്ട. അത് എങ്ങനെയാന്ന് വെച്ചാൽ അത് പറഞ്ഞു വന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. എന്തുകൊണ്ടാണ് അത് പോസിറ്റീവായിട്ട് എടുക്കാൻ കാരണം മനസ്സിലായല്ലോ. അപ്പൊ അത് അങ്ങനെ ചെയ്ത് കാണിക്കാം. അപ്പൊ അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. അതിപ്പോ കുറച്ചും കൂടി പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനത് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യും. അടുത്ത അവന്റെ സൂത്രൻ എന്ന ആളുടെയാണ്. എനിക്കൊരു ബോക്സ് അയച്ചു തരാമോ? ഒരു ബോക്സോ എത്ര ബോക്സോ അയച്ചു തരാം. അപ്പൊ അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആക്കിയ ഈ കമന്റ് എടുത്തതെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആ കാര്യങ്ങളോട് പറയാന്ന് വെച്ചിട്ടാണ്. ബോക്സ് മേക്കിംഗ് ആണ് ഞാനിവിടെ ആദ്യം തുടങ്ങുന്നത്. ഞാനിവിടെ അസംബ്ലിങ് നമ്മളെ ചാനലിന്റെ നമ്മൾ സ്വന്തമായിട്ടുള്ള പ്രോഡക്റ്റ് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നല്ലോ, അങ്ങനെ താല്പര്യം ഉണ്ടെന്ന്. അപ്പൊ തുടങ്ങുന്നുണ്ട് പറഞ്ഞല്ലോ. അപ്പൊ അതിലേക്ക് ആദ്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബോക്സ് മേക്കിംഗ് ആണ്. പിന്നീട് ഭാവിയിലെ ആംപ്ലിഫയർ മേക്കിംഗ് ആയിട്ട് വരുന്നുള്ളൂ, നമ്മളതായ ആംപ്ലിഫയർ ആയിട്ട് വരുന്നുള്ളൂ. ബോക്സ് മേക്കിംഗ് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ കമന്റിലോ അല്ലെ പറഞ്ഞാൽ നമുക്ക് അതിന്റെ വേണ്ട ചെയ്യാം. അതായത് ഇപ്പം ബോക്സ് മേക്കിംഗിന് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അത്രയും സമയം കിട്ടുന്നുള്ളൂ, വളരെ കുറഞ്ഞ ടൈമുള്ളൂ. ബോക്സിന് എനിക്ക് ടൈം ഉണ്ടാവും, ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ അവിടെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ സർവീസ് ഇപ്പോഴും എടുക്കുന്നുണ്ട്. അപ്പൊ ബോക്സ് മേക്കിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ അയച്ചു തരുകയും കൊണ്ടുതരാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുതരും, അയച്ചു തരാൻ പറ്റുകയാണെങ്കിൽ അയച്ചു തരും. നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ അത് അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഏത് ടൈപ്പാണ്, ഏതാണ് കൂടുതൽ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ, നിങ്ങൾക്ക് ഏതാണ് ആംപ്ലിഫയർ, എങ്ങനെയാണ് ഉദ്ദേശം, ആവശ്യം ഒക്കെ പറഞ്ഞാൽ ആ ബോക്സ് ഏത് ടൈപ്പ് ആയാലും നമ്മളിവിടെ ഉണ്ടാക്കും. അവിടെ തുടങ്ങിയിട്ടുണ്ട്, കുറച്ചായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ആദ്യം തുടങ്ങിയിരുന്നതാണ്, പിന്നൊക്കെ ഒഴിവാക്കിയാണ് രണ്ടാമതും തുടങ്ങിയതാണ്. അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവർ തീർച്ചയായും കമന്റിൽ അറിയിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വരിക. ഞാൻ ഈ ഒരാഴ്ചയായിട്ട് ഇൻസ്റ്റാഗ്രാം തുറന്നില്ല, അല്ലെങ്കിൽ തീരെ ടൈമില്ല, ഞാൻ പറഞ്ഞല്ലോ. ആ കാരണം കൊണ്ട് കുറെ ആളുകൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ അത് നോക്കണ്ട, ഞാൻ ഇന്ന് തന്നെ റിപ്ലൈ ചെയ്യാം എല്ലാ കമന്റിനും. അപ്പം ബോക്സ് അയച്ചു തരാം, അഡ്രസ് അയച്ചാൽ മതി, ഡീറ്റെയിൽ അയച്ചാൽ മതി, കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡീൽ ചെയ്തതിന് ശേഷം ബോക്സ് അയച്ചു തരാം. അപ്പോൾ ഇന്നത്തെ 13ാമത്തെ എപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത കമന്റ്സ് ഏതൊക്കെയാന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത തിങ്കളാഴ്ച അതിനോടുള്ള റിപ്ലൈ ആയിട്ട് ഇതുപോലെ മണ്ടേ കമന്റ് ബോക്സിൽ വരാം. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം.